ഈ ഇതിലുണ്ടല്ലോടാ, രാത്രി വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആനയുണ്ട് കേട്ടോ. ഈ ചിന്നാർ വൈൽഡ് ചില വീഡിയോസിനകത്തൊക്കെ ഈ വണ്ടി വന്ന് നിന്നിട്ട് ആന ഫ്രണ്ട് ഭാഗങ്ങളിലൊക്കെയാ. ഓ അത് ശരി. നാട്ടുകാരുടെ വശം കേട്ടോ, കാട്ടുവശല്ല. കൊമ്പൊക്കെ നോക്കി അമ്മോ. ഇവിടെ നേരത്തെ നാട്ടുകാരെ ഈ പോത്തിനെ കൊണ്ട് വിടുവായിരുന്നടാ, ചുമ്മാ അഴിച്ചു വിടും. ഓ എന്നിട്ട് വൈകുന്നേരം അത് തിന്ന് വന്നോളൂ വലുതാകും. അതുപോലെ തന്നെ ഈ കാട്ടുപോത്തുമായിട്ട് ഇണം ചേർന്നിട്ടേ ഈ കാട്ടുപോത്തിന്റെ തന്നെ സങ്കര ഇനം ഉണ്ടാവും. അവരങ്ങോട്ട് അയച്ച് വിട്ടേക്കോലെ അതിനകത്തേക്ക്. അത് നല്ല വലിപ്പം വെക്കും. നല്ല സൈസും ആവും. നാട്ടിലെ പോത്തും ഇതും കൂടി ഇതാവാന്നായിരുന്നു. ഇവിടെയൊക്കെ വീടുകളൊക്കെ കുറവാ, ഉള്ളു അങ്ങോട്ട് കേറിയായിരിക്കും അല്ലേ? വീടില്ല, ഈ ആദിവാസി കുടികളൊക്കെ ഉണ്ട്. ഓ അങ്ങനത്തെ അവരാണ് ഈ പശുവിനൊക്കെ ആയിട്ട് ഇങ്ങനെ. അവരൊക്കെ പശുവിനൊക്കെ ആയിട്ട് ആദിവാസികളൊക്കെ ഉള്ളു, അല്ലാതെ ഇതിനകത്ത് സാധാരണ ആൾക്കാരില്ല. ഇവിടുത്തെ പണ്ടോട്ടുള്ള കുടികളിലെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവർക്ക് ഇതിന്റെ പെർമിഷൻ ഉള്ള ആളെ അതിന്റെ അകത്ത് അവരെ മാറ്റി പണ്ടോട്ട് താമസിക്കുന്നതല്ല, അവരുടെ താമസ വ്യവസ്ഥ ഇതും ഒന്ന് തന്നെയല്ലേ, നാട്ടിൽ തന്നെ ജീവിക്കുന്നു. കടകളൊന്നും ഇല്ലല്ലേ? ഇവിടുന്ന് താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആദിവാസി സെറ്റിൽമെന്റ് ഉണ്ട്, അവിടെ ഇതിനകത്ത് അത് ഇതിലങ്ങ് പോയാൽ മതി. ആ റോഡ് കടയിൽ ഇറക്കണം അല്ലേ? ഹമ്പുണ്ട്. ഇവിടെ കടകളൊന്നും ഇല്ലല്ലേ അങ്ങനെ? കടകൾ വെക്കാൻ പറ്റത്തില്ല. ഇവരൊക്കെ ഇതെങ്ങനെ ഈ കാട്ടിൽ നിന്നുള്ള സാധനം പോയി മേടിക്കണം ആണല്ലേ? അവിടുന്ന് വണ്ടിക്കങ്ങനെ വന്നിട്ട് ഒത്തിരി വട്ടം ഇവിടെ കൂടിയല്ലേ? കാട്ടുപോത്ത് ഒത്തിരി മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്. ഇതുണ്ട്, ആ പടത്തിനകത്തുണ്ടോ ഒരു ആമയുടെ നക്ഷത്ര ആമ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? നക്ഷത്ര ആമ അതൊക്കെ ഇവിടെ ഉണ്ട്. ഓ ഇവിടെ കൂടിയൊക്കെ ആനയൊക്കെ ഇറങ്ങി പോണതല്ലേ അങ്ങോട്ടൊക്കെ? കടുവ ഇത് ശരിക്കും ടൈഗർ റിസർവ് ആണ്. കടുവയൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു മാനിനും കുട്ടീനെ പോലും കാണുന്നില്ലല്ലോ. ഈ വെയിലല്ലേ, ഭയങ്കര വെയിലായതുകൊണ്ട് അകത്ത് എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും, ഉള്ളിലായിരിക്കും അല്ലേ കാണുന്നത്. നല്ല പച്ചപ്പുള്ള സമയത്താണെങ്കിൽ എല്ലാം പുറത്ത് വരും. മഴയുടെ സമയത്തൊക്കെ അല്ലേ? അതെ, ഭയങ്കര വെയില്. കാരണം മലയെല്ലാം ഉണങ്ങിയേ. ഒറ്റ പച്ചപ്പ് പോലെ. ഇനിയും 2 മാസം കൂടെ വെയിൽ കളി, അപ്പൊ മൊത്തം ഉണങ്ങിയ പോലെ ആവും. ഒട്ടും പച്ചപ്പില്ല. ആനക്കൊക്കെ തീറ്റ ഉണ്ടാവും. മരത്തേനൊക്കെ പറിച്ച് കഴിഞ്ഞാണ്ട് ഫുള്ള് സൈലന്റ് ആയി ഇവിടെ അല്ലേ? ഒന്നും വേറൊന്നും ഇല്ലല്ലോ, വണ്ടി ഒന്നും പോകാനോ ആൾക്കാർ താമസിക്കുന്ന ഒന്നും ഇല്ലല്ലോ. അപ്പൊ വീരപ്പൻ നടന്നുകൊണ്ടിരുന്ന ഇതുപോലത്തെ കാട്ടിനകത്തൂടെ കേട്ടോ. ബസ്സൊക്കെ ഉണ്ടല്ലേ? ഉടുമൽപേട്ട ബസ്. ഉടുമൽപേട്ട മൂന്നാർ. ഉടുമൽപേട്ട അല്ലേ? മൂന്നാർ കഴിഞ്ഞാൽ അടുത്ത ടൗൺ അല്ലേ? വലിയ മലയാണെന്ന്. ജമ്മു ഏകദേശം ഇതുപോലെ അല്ലേ? ജമ്മു ഇതേപോലെ ഏകദേശം ഒരു സ്ട്രക്ചർ ഒരുപോലെ.
ഈ ഇറക്കം ഒന്ന് ഇറങ്ങി കഴിഞ്ഞ് ഇച്ചിരിയുടെ കഴിഞ്ഞാ ഉണ്ടല്ലോ തമിഴ്നാട് എത്തിയ ജമ്മുവിനടുത്ത് വരെ നിരപ്പാ വണ്ടി നേരെ പോകുള്ളൂ. കടുവയൊക്കെ ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ടൈഗർ ഇത് കടുവയൊക്കെ ഇഷ്ടംപോലെ ഉള്ളതാണ് ഈ കാട്ടില്. കടുവനെ കാണാൻ അത്ര എളുപ്പമല്ല. കടുവയുണ്ട് ഉണ്ടല്ലേ. ഇതിങ്ങനെ ഈ കാടേ അങ്ങ് പോയി പോയി കർണാടക അങ്ങനെ കിടക്കുന്ന വലിയ ഏരിയ, ഫുള്ള് കണക്റ്റഡ് ആണല്ലേ? അതെ അതെ. പാലം കണ്ടോ? ഈ പാലത്തിന്റെ വലം സൈഡില് ഒക്കെ ഡാമായിരുന്നേ. ഇതിപ്പോ വെള്ളം കുറവല്ലേ, പറ്റി ഒട്ടും വെള്ളമില്ല. വെള്ളമുള്ള സമയത്ത് ഇതില് മുതലയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് നമുക്ക്. ഇത് അമരാവതി ഡാമിന്റെ ഇങ്ങനെ കേറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. കണക്റ്റിംഗ് ആണല്ലോ ഇതിന്റെ. വെള്ളം ഇപ്പൊ ഇല്ല തീരെ. വെള്ളമുള്ള സമയത്ത് മുതലയൊക്കെ വരും ഇങ്ങോട്ട്. ഇപ്പം മുതലൊക്കെ വരാനായിട്ട് വെള്ളമില്ല ഇപ്പൊ. മൊത്തം വറ്റി കിടക്കുക. ഒത്തിരി മുതലുള്ള ഡാമാ. അങ്ങ് അവിടെ വെള്ളം കാണും. ആ എൻഡില് വെള്ളമുണ്ട്. അവിടെ ഉണ്ടല്ലേ. അതാ ഡാമിന്റെ ഇതാണല്ലേ. ഇത് അവിടെ നിന്ന് കാണാൻ പറ്റുമായിരിക്കും. ഇല്ല ഇല്ല, പറ്റത്തില്ല. പോയേക്കാം. എന്താ നോക്കിക്കൊണ്ടിരുന്നോ നമ്മുടെ സമയം പോകും. സമയം ഒരു രക്ഷയില്ലാതാവും നമ്മുടെ. നമ്മള് ചിന്നാറ് കാട് കഴിഞ്ഞേ. ഇതാണ് ഫോറസ്റ്റ് ബോർഡർ. ഇനി അങ്ങോട്ട് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാൻ പറ്റുമോ? 20 രൂപ കൈക്കൂലി മേടിച്ചു ഡിപ്പാർട്ട്മെന്റുകാരനെ. എന്ത് പറയാ, തമിഴ്നാട്ടിലേക്ക് കയറിയില്ലേ, ഇനി ഇതൊക്കെ ഉണ്ടാവും. ഫോറസ്റ്റ് കഴിഞ്ഞു. ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞ് തമിഴ്നാട്. ഇനി ഉടുമലപ്പേട്ട പോകണം. ഇനി അങ്ങനെ നിരപ്പാണ്. സ്ട്രെയിറ്റ് റോഡാണ്. പളനിയൊക്കെ ഇവിടെ അടുത്താ. മാങ്ങ പോലെ നിൽക്കുന്നേ. മാന്തോട്ടമാണ്. മാന്തോട്ടം ഫുൾ മാന്തോപ്പ്. ഒരു ചെറിയ മാവേലി കുറെ മാങ്ങകൾ കായ്ക്കണം. അതാണല്ലേ വലിയ വലിയ വലിയതാകുന്നതിന് മുമ്പ് തന്നെ കായ്ക്കുന്ന ടൈപ്പാ. അത് സീസൺ ആയിരുന്നു. ഇപ്പൊ ഇഷ്ടം പോലെ മാങ്ങയുണ്ടായിരുന്നു. നിറച്ചാണ്. സീസൺ അല്ലാത്തോണ്ടാ. ഇവിടെ എല്ലാം വിൽക്കും. ഈ സൈഡിലൊക്കെ വിൽക്കും സീസൺ ആണെങ്കിൽ. സൈഡിൽ ഒരേ സൈഡിലൊക്കെ കയറിയിരിക്കും അല്ലേ. പഴുത്ത് കിടക്ക്. ഉടുമൽപേട്ടയിലേക്കാണ്. തമിഴ്നാട്ടിലെ കുറച്ച് ഇതെല്ലാം പുളിമര കേട്ടോ. ഫുൾ ഉണ്ടായിരിക്കണല്ലോ. നന്നായിട്ടുണ്ടായിട്ടുണ്ട്. നല്ല തണലും ഉണ്ടാവും അതിൻ്റെ അടിയിലൊക്കെ. ഒരു മണിയായേ. ആനക്കുള്ള വല്ലതും വിശക്കാൻ വല്ലതും തുടങ്ങിയോ? ഓറഞ്ചൊക്കെ കഴിച്ചാറ്. പട്ടിയുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയാം. ചാർലി രണ്ടുപേരും നല്ല ഉറക്കം. തമിഴ്നാട് നല്ല വെയിലാ കേട്ടോ. പുറത്തെ ചൂട് 35 ഡിഗ്രിയാണ് കേട്ടോ. 35 ഡിഗ്രി കാണിക്കുന്നത് അങ്ങനെയാ. എന്റെ അമ്മോ, കരിഞ്ഞു പോകും പുറത്തിറങ്ങി കഴിഞ്ഞാൽ. എറണാകുളത്തെ ആലപ്പുഴയിൽ എങ്ങനെയാ ചൂട്? നല്ല ചൂടാ. അയ്യോ, ഒരു രക്ഷയില്ല. എത്ര ഡിഗ്രി ഉണ്ടാവും? ഏകദേശം 30-30 ഡിഗ്രി ആയിരിക്കും അല്ലേ? പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അത്ര വെയില. ഭയങ്കര ടയേർഡായി പോകും പെട്ടെന്ന് വെയിലേ കൊണ്ടുകഴിഞ്ഞാൽ. തെങ്ങുംതോപ്പാണ് മൊത്തം. തെങ്ങുംതോപ്പ്. കേരളത്തിനേക്കാൾ കൂടുതൽ തേങ്ങ ഉള്ളത് തമിഴ്നാട്ടിലാണ്. തേങ്ങ മേടിച്ചോണ്ട് പോകണം. ഇവിടുന്ന് അതുകൂടി കയറ്റാനുള്ള സ്പേസ്. തെങ്ങുംതോപ്പ് നോക്കും. എല്ലാം ചെറിയ ചെറിയ തെങ്ങകൾ. ഇവിടെ
പുളിയൊക്കെ ഓരോരുത്തരൊന്ന് പറിക്കണുണ്ടായിരുന്നു എല്ലാരും. അവിടെയൊക്കെ ഒന്ന് പറിക്കണുണ്ടായിരുന്നു. ഫുള്ള് പുളിമരം. ഇതുണ്ട് തമിഴ്നാട്ടിലെ ആർക്കേലും ഹെൽമെറ്റോ വല്ലതും വേണമെന്ന് നോക്കി ഒരു പ്രശ്നമില്ല. എങ്ങനെ വേണേ പോവാം. ഒരു പ്രശ്നം 2 പേരോ 4 പേരോ എങ്ങനെ വേണേലും പോവാം. ആരും ചോദിക്കത്തില്ല. എന്താ അല്ലേ. ബസ്സൊക്കെ നിറഞ്ഞിരിക്കുക. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത വണ്ടിയാട്ടോ ഈ TVS 50. പക്ഷെ ഇതിപ്പോ ഇറങ്ങണുണ്ട്. ഇപ്പോഴും ഉണ്ടാവും. ഇപ്പൊ നമ്മളവിടെയൊക്കെ ആയിട്ട് ഇറങ്ങണുണ്ട്. നമ്മുടെ ആൾക്കാർ മേടിക്കാറുണ്ടോ? ഉണ്ട്. വന്നതേ ഉള്ളത് ഇപ്പൊ. ആർക്കും ഹെൽമെറ്റ് ഇല്ല ഇവിടെ. അത് വേണ്ടടാ, ചൂടാണല്ലോ. ചൂടായതുകൊണ്ട് ആരും ഒട്ടും വെക്കുന്നില്ല. ട്രാഫിക് പോലീസ് ഇങ്ങനെ നമ്മളൊരു തമിഴ്നാട്ടിൽ വന്നിട്ടൊരു കടയിൽ കയറിയതാണ്. പൊറോട്ട, ചിക്കൻ കറിയും പൊറോട്ടയും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കേട്ടോ, നല്ല ഗ്രേവിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല. ഉടുവൽപേട്ട കഴിഞ്ഞു. നല്ല ക്രീമി ഗ്രേവിയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ട നല്ല പൊറോട്ട. എബിന്റെ ചാർലിയുടെ കാര്യം എന്തായി? രണ്ടും നല്ല ഇറക്കം, നല്ല കോമ്പിനേഷനെ കറി തുറക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഏകദേശം ഇപ്പൊ എത്രയാ 4:30 ആയിട്ടോ. ഇപ്പൊ ഞങ്ങള് ഉടുമലപ്പേട്ടയൊക്കെ കഴിഞ്ഞ് കുറെ ദൂരം വന്ന് എല്ലാ റോഡും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് വലിയ കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല. ഇനി ബാംഗ്ലൂരിന് 200 കിലോമീറ്റർ 250 കിലോമീറ്റർ ഉണ്ട്. വൈകുന്നേരമായി. ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണുവാണെങ്കിൽ വീഡിയോ എടുക്കുന്നുള്ളൂ എന്ന് വെച്ചു. എന്നിട്ട് അതിനിടയ്ക്ക് ഞങ്ങളുടെ ടോൾ പ്ലാസയിൽ മറ്റേ ഫാസ്ടാഗ് തീർന്നിരിക്കുകയായിരുന്നു. അത് റീചാർജ് ചെയ്ത് പുതിയ ഒട്ടിച്ചു. പുതിയൊക്കെ ഒട്ടിച്ചാണ് ഇപ്പൊ പുതിയ യാത്ര തുടങ്ങി. 1000 രൂപ റീചാർജ് ചെയ്തിട്ടുള്ളൂ. ഇനി ചെയ്യണം. അതെ, ഇനി 4,500 രൂപയോളമെങ്കിലും ആകുമെന്നാണ് ഒരു പ്രതീക്ഷ. ഇങ്ങോട്ട് വന്നപ്പോ 4,800 രൂപയായിരുന്നു. അങ്ങോട്ട് പോകുമ്പോ എത്രയാണെന്ന് നോക്കാം.